everyone, once again welcome back to Jeff and Joe Vlogs. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുട്ടി അപ്ഡേറ്റ് ആണ്. അതായത് നമ്മുടെ ഫ്രൂട്ട് ഗാർഡനിലോട്ട് കുറച്ച് പുതിയ പ്ലാന്റ്സ് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് ചെടികൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു ചെറിയൊരു പാട്ട് പ്രഗ്നൻസി എഡീഷനോട് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആക്ച്വലി എൻ്റെ 9th മന്തിലാണ് ഇരിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഇതിന് മുമ്പ് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാവുമായിരിക്കും. ലൈക്ക് എനിക്കൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ് ഈ ഒരു പ്രഗ്നൻസിയായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. നന്നായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ മുഖമൊക്കെ നല്ല വീർത്താണ് ഇരിക്കുന്നത്. പിന്നെ നടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തുമ്പോൾ ഉള്ള എല്ലാ ഡിഫിക്കൽട്ടീസും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇനി എന്നായിരിക്കും വീഡിയോ എടുക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും ഈ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ആ ഒരു പാർട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഞാൻ പുതിയ പ്ലാന്റ്സ് എന്തൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത് അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ തരാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ വീഡിയോസിനകത്തൂടെ ഒത്തിരി പേര് നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ, ഫ്രൂട്ട് ഗാർഡൻ, പിന്നെ വീട്ടിലെ ഇൻഡോർ പ്ലാന്റ്സ്, ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്നോ ഒരു വീഡിയോ ചെയ്യാൻ നേരം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയാൻ നേരം എൻ്റെ അടുത്ത് കമൻറ്റിനകത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഫുഡാണ്, എന്ത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അതും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയ്ക്കകത്തോടെ കിടക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടും വീഡിയോസ് കണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ചെടികളൊക്കെ കാണാം. ഇവിടെ നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. മഴ കുറഞ്ഞ് കഴിയുമ്പം ഞാൻ ആ പാർട്ടൂടെ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മഴയുടെ ഒക്കെ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ ആഡ് ചെയ്യാം. ഹായ്, ഇവിടെ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ കണിക്കൊന്നയൊക്കെ പൂത്ത് തുടങ്ങി. ഇവിടെ നന്നായിട്ട് നല്ല രീതിയിൽ കണിക്കൊന്നയൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു മഴയത്ത് ആക്ച്വലി ഭയങ്കര വേനൽ മഴ എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കെയർ ചെയ്യേണ്ട ഒരു സമയമാണ്. നല്ല രീതിയിൽ ഇടിവെട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അത് കൂടാതെ തന്നെ എന്താ പറയുന്നത്, ഇവിടെ ഇപ്പോൾ നമ്മൾ മുറ്റത്ത് ഫ്ലോർ ടൈൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്ലിപ്പായിട്ട് വീഴാനുള്ള ചാൻസും കൂടുതലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 9th മന്തിലാണ് ഇരിക്കുന്നത്. ഈ 2 വീക്സിനുള്ളിൽ ഡെലിവറി ഉണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പം മെയിൻലി നമുക്കിങ്ങനെ ബാലൻസ് കുറവായിരിക്കും ഈ ഒരു സമയത്ത്. നമ്മൾ ബാലൻസ് ചെയ്യാൻ സാധാരണ രീതിയിൽ നടന്ന് ബാലൻസ് ചെയ്യാൻ നോക്കിയാൽ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഓർക്കുന്ന ഈ മഴയൊന്ന് കുറച്ചൊന്ന് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോക്കകത്തോടെ ഞാൻ കാണിച്ചു തരാം. മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ ഇതിന് മുമ്പ് വീഡിയോസിനകത്ത് കാണിച്ചായിരുന്നു നമ്മുടെ കലാട്ടിയ പ്ലാന്റ്സ്. ഇതെല്ലാം ഇപ്പം പുതിയ കുറേ ഷൂട്ട്സ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ഈ തവണത്തെ മഴ ശരിക്കും നല്ല ഇതായിരുന്നു നമ്മുടെ ചെടികൾക്കും. ഈവൻ നമ്മുടെ പേൾ ഗ്രാസൊക്കെ കരിഞ്ഞുണങ്ങി തുടങ്ങിയായിരുന്നു. പക്ഷെ അതെല്ലാം ബെറ്റർ ആയിട്ടുണ്ട്. ഇതുണ്ടോ, കുറേ ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു 10,000 12,000 ആ ഒരു റേഞ്ചിൽ പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട് പുതിയതായിട്ട് നടാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി നമ്മളിവിടെ വീടിനിവിടെ അല്ല നടുന്നത്. ജോബിയുടെ തറവാട് വീട്, അതായത് ആക്ച്വലി നമ്മുടെ ഇവിടെ നിയർ ബൈ ആണ്, ഒരു 2 സ്റ്റോപ്പ്. അവിടെ ആക്ച്വലി കുറച്ച് സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം നടാനായിട്ട് പോകുന്നത്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാട്ടിത്തരാം. അപ്പം നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന പ്ലാന്റ് ഉണ്ടല്ലോ, അത് ആക്ച്വലി വെറുതെ വെച്ചിരിക്കുന്ന കേട്ടോ, മഴ കൊള്ളാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പ്ലാവുണ്ട്. പ്ലാവിൻ്റെ കുറേ വെറൈറ്റി എടുത്തിട്ടുണ്ട്. 3-4 വെറൈറ്റി പ്ലാവ് എടുത്തിട്ടുണ്ട്. പിന്നെ മാവിൻ്റെ കുറേ വെറൈറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ റംബൂട്ടാനുണ്ട്, ലിച്ചിയുണ്ട്. പിന്നെ അതുകൂടാതെ പുലാസാനുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ 2 വെറൈറ്റി. കപ്പളം, അതായത് നമ്മുടെ പപ്പായേൻ്റെ റെഡ് ലേഡി പപ്പായ അതുണ്ട്. പിന്നെ മുളക് തൈ ഉണ്ട്. ആക്ച്വലി നല്ല കായ്ച്ച് നിൽക്കുന്ന മുളക് തൈക്ക് ഉണ്ട്. ഇത് ആക്ച്വലി ഇവിടത്തേക്കാണേ. പിന്നെ നമ്മൾ ചാമ്പ എടുത്തിട്ടുണ്ട്. പിന്നെ അബിയും എടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ കുറച്ച് പ്ലാന്റ് കൂടെ വരാനായിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് ഉണ്ട്. അങ്ങനെ കുറേ സാധനം. നെല്ലിയുടെ ഒക്കെ 1-2 വെറൈറ്റീസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പുതിയതായിട്ട് എടുത്തിരിക്കുന്ന ഐറ്റംസ്.
ശരിക്കും ഈ കലാട്ടിയൊക്കെ അത്യാവശ്യം നമ്മൾ നനച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും കാര്യമില്ല, ഇടയ്ക്ക് മഴ കിട്ടുന്ന കേട്ടോ നല്ലത്. കാരണം നന്നായിട്ട് പുതിയ ഷൂട്ട്സ് വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ ഹൈറ്റിൽ നിൽക്കുന്നതൊക്കെ പഴയതാണ്. അതെനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നന്നായിരിക്കുന്നു. കുറേയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു ഉണങ്ങി തുടങ്ങിയപ്പോഴത്തേക്കും. പിന്നെ ഇപ്പോൾ ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 വീക്കിനുള്ളിൽ ഡെലിവറി കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 വീക്സിനുള്ളിൽ തന്നെയായിട്ട് നമ്മുടെ ഈ ഫ്രൂട്ട് പ്ലാന്റ് നടാനായിട്ട് പോകും. അപ്പോൾ പോകുമ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങളൂടെ കാണിച്ചത് നടുന്നതും. പിന്നെ ഇതൊരു 2 ഇയേഴ്സ് എല്ലാം തന്നെ ഹൈബ്രിഡാണ്. ആപ്പിളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഹൈബ്രിഡാണ്. 2 ഇയേഴ്സിന് കായ്ക്കുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറേ കാണിച്ചും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ 2 ഇയേഴ്സിൽ കായ്ക്കും. അപ്പോൾ കായ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പം അതുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്പോൾ ഉള്ളതും അന്നേരത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ബേസിക്കലി ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിത് എന്താ പറയുന്നത്, നമുക്കിതൊരു ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. ശരിക്കും കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഇങ്ങനെയൊക്കെ നടുവാണെന്നുണ്ടെങ്കിൽ നമുക്കും കഴിക്കാം, ഇൻ ഫ്യൂച്ചർ ജനറേഷനും അവർക്കും കഴിക്കാൻ പറ്റും. അടിപൊളിയാണ്. കാരണം നമുക്കിപ്പം ഇങ്ങനത്തെ സംഭവമൊന്നും ഇപ്പം നമ്മൾ നട്ട് പിടിപ്പിച്ച് വേണം എടുക്കാനായിട്ട്. നേരത്തെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര നന്നായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് വെച്ചാൽ നമുക്ക് കൃഷി അങ്ങനത്തെയൊക്കെ ഒത്തിരി താല്പര്യമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഒത്തിരി പേരിങ്ങനെ ഫ്രൂട്ട്സും ഞങ്ങൾ ഈ കടയിൽ വാങ്ങാൻ ചെന്നപ്പോഴാണെങ്കിലും അവർ പറഞ്ഞത് ഒത്തിരി യങ്ങായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്, ഇങ്ങനെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നടാൻ വേണ്ടിയിട്ട്. അപ്പം എനിവേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് കുട്ടി കുട്ടി വിശേഷങ്ങൾ. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ഇടാനായിട്ട് മറക്കണ്ട. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഒട്ടും മടിക്കണ്ട കേട്ടോ. ഹായ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ വീഡിയോയിലോട്ട് പോകാം. ഞാൻ എന്തൊക്കെയാണ് ഫുഡ് കഴിക്കുന്നതെന്ന്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്. ഞാൻ 1-2 ദിവസത്തെ ഒരുമിച്ചാട്ടോ കാണിക്കുന്നത്. നല്ല ക്രിസ്പി ദോശയും അതിൻ്റെ കൂടുതൽ ടൊമാറ്റോ ചട്നിയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അടിപൊളി ടൊമാറ്റോ ചട്നി എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടുതൽ സാമ്പാർ. ഞാനിപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ ആയപ്പോഴാണ് ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ക്രേവിങ്സും കാര്യങ്ങളൊക്കെ വന്നത്. നേരത്തെ വൊമിറ്റിങ് അങ്ങനത്തെ ഒക്കെ കുറച്ച് സീൻസ് ആയിരുന്നു ഫസ്റ്റ് 3 months. പിന്നെ ഞാൻ സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസാണ് എടുക്കുന്നത്. രാവിലെ ദോശ കഴിച്ചു, അത് കഴിഞ്ഞൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് കഴിക്കാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ ജോ ഫിറ്റ്നസിൻ്റെ ചാനലിലോട്ട് കുറച്ച് കുക്കിംഗ് വീഡിയോസ്, സാലഡ്സിൻ്റെ ഒക്കെ റെസിപ്പീസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്താണ് ഇത് ഞാൻ കഴിച്ചു. ഇത് ആക്ച്വലി ഞാൻ ചോറിൻ്റെ കൂട്ടത്തിലാണ് കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് നല്ല ചോറും കറികളുമാണ്. ആക്ച്വലി ഡയറ്റ് അങ്ങനെയൊന്നും നോക്കുന്നില്ല. കാരണം ഞാനിപ്പം ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ് ശരിക്കും ഞാൻ ഫുഡ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്കും ഞാൻ ഒരുമാതിരി, അതായത് ഫുഡ് ഓവറായിട്ട് കഴിക്കാണ്ട് എനിക്ക് വേണ്ടുന്ന അത്ര ക്വാണ്ടിറ്റി ഇടവിട്ട് കഴിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇത് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ മട്ട റൈസ്, അതിൻ്റെ കൂട്ടത്തിൽ ഇത് നമ്മുടെ ചക്കക്കുരു മാങ്ങ കറിയാണ്. നാടൻ കറികളൊക്കെ ഈ ഒരു സമയത്ത് ഇതൊക്കെ കിട്ടുമല്ലോ, അപ്പം അതുണ്ട്. പിന്നെ മാങ്ങ ചമ്മന്തിയാണ്. നമ്മുടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് മാങ്ങയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു പയർ ക്യാരറ്റ് തോരനാണ്. ഇത് ആക്ച്വലി വെജിറ്റബിൾ സോഴ്സ്, നമുക്ക് ഫൈബറൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉണക്കമീൻ, ഇത് ആക്ച്വലി എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. കുറേ പേർക്ക് ഈ സാധനം ഇഷ്ടമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ലാസ്റ്റ് സ്റ്റേജൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എന്താ പറയുന്നത്, ഗൈനക്ക് പറഞ്ഞിരിക്കുന്നത് 1 hour മസ്റ്റായിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കിടക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4 മണി ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ റാഗി ഉണ്ടാക്കിയിട്ട് കഴിക്കും. ഇതൊന്നും ഞാൻ റെഗുലർ ചെയ്യുന്ന കാര്യമല്ല കേട്ടോ. കാരണം ചില ദിവസങ്ങളിൽ വൈകുന്നേരം ഞാൻ ചിലപ്പം ബ്രെഡും ജാമും ആയിരിക്കും കഴിക്കുന്നത്, അല്ലെങ്കിൽ ബ്രെഡ് പീനട്ട് ബട്ടർ ആയിരിക്കും കഴിക്കുന്നത്, ബ്രെഡ് ടോസ്റ്റ്, അത് മാറിയാണ് കഴിക്കുന്നത്. ഒരു സാധനം ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എന്താ പറയുന്ന ഓർഡറിൽ അങ്ങനെ എടുക്കാറേയില്ല. മാറി എനിക്ക് എന്താണോ കഴിക്കാൻ തോന്നുന്നത് അങ്ങനെ കഴിക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടും ബോറടിക്കും. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഡിന്നറാണ്. എനിക്കിന്ന് പൊറോട്ട കഴിക്കാനായിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു. പിന്നെ ഇത് പിറ്റത്തെ ദിവസമാണ്. ഇത് ആക്ച്വലി നമ്മൾ ജോ ഫിറ്റ്നസ്സിലോട്ട് ചെയ്തതാണ്, പക്ഷേ അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് ചക്കപ്പഴം എൻ്റെ ഇൻ ബിറ്റ്വീൻ സ്നാക്ക് പോലെ കഴിച്ചു. ഉച്ചയ്ക്കത്തെ ലഞ്ചാണ് ഇത്. ഡയറ്റ് പ്ലേറ്റ് സെറ്റ് ചെയ്താൽ കേട്ടോ, അത് തന്നെയാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആണ്. പിന്നെ ഇതുണ്ടോ, ഞാൻ ആ ദിവസം 4 മണിക്ക് ചായയും
ഉണ്ടംപുരി അഥവാ ബോണ്ട ഇതാണ് കഴിച്ചത്. പിന്നെ അന്നത്തെ ഡിന്നർ ഞാൻ ചോറാണ് കഴിച്ചത്. മിക്കപ്പോഴും എനിക്കിപ്പം മറ്റേ ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉണ്ട്. അതായത് നമുക്ക് എന്താ പറയുന്നത് കഴിക്കുന്ന ഫുഡ് തിരിച്ച് കയറി വരുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈസിലി ഡൈജസ്റ്റബിളായിട്ട് ഞാൻ റൈസാണ് എടുക്കുന്നത്. പിന്നെ ഇതെൻ്റെ പച്ചക്കറിത്തോട്ടത്തിലത്തെ അപ്ഡേറ്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൽ ഇപ്പോൾ ഇഷ്ടം പോലെ വെജിറ്റബിൾസ് ഉണ്ടായിട്ടുണ്ട്. വൈറ്റ് കളർ വഴുതനങ്ങയുണ്ട്, കത്രിയുണ്ട്, ചീരയുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ വിളവെടുക്കുമ്പം ഭയങ്കര സുഖമാണ് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ നട്ടിട്ട് ഇപ്പോൾ 2 മാസം 3 മാസം അത്ര ആയതേ ഉള്ളൂ. അത്യാവശ്യം നമുക്ക് വീട്ടിലോട്ട് വേണ്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഓരോ ദിവസം നമുക്ക് ഓരോന്നോരോന്ന് മാറി മാറി ട്രൈ ചെയ്യാം. നമ്മൾ നട്ട സാധനത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പറിച്ച് കറിയൊക്കെ വെച്ച് കഴിക്കുമ്പം ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും കുറച്ച് ഏരിയ ഉള്ളെങ്കിലും നമുക്കങ്ങനെ അധികം ഏരിയ ഒന്നും ഇല്ല. കാരണം മുറ്റം കാര്യങ്ങളൊക്കെ പോയിട്ട് കുറച്ച് ഏരിയ മാത്രമേ ഉള്ളത്. ആ ഒരു ഏരിയയിലാണ് നമ്മൾ കൃഷി ഇട്ടിരുന്നത്. എല്ലാം തന്നെ അത്യാവശ്യം നല്ല വിളവ് തന്നിട്ടുണ്ട്. ആ ചീര വെച്ചിട്ട് ഉണ്ടാക്കിയ ചീരത്തോരനാട്ടോ നല്ലതായിരുന്നു. ഇപ്പം എനിക്ക് കുറേ കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കുറേ കറികൾ പല ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാനൊക്കെ ഭയങ്കര ഇതാണ്. ഓരോ ദിവസവും ഓരോരോ മൂഡാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഫുഡ് കഴിപ്പൊക്കെ. പിന്നെ ഇന്ന് നമുക്ക് രസം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ ഇപ്പം മറ്റേ വേനൽ മഴ ഉണ്ട്. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ മിക്കപ്പോഴും തന്നെ മഴയാണ്. അപ്പം മഴയുടെ കുറച്ച് പാർട്ടൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെടിയുടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്ത് നമ്മൾ കുറച്ച് ചെടികൾക്ക് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. വ്യത്യാസവും പിന്നെ കുറച്ച് ചെടികളൊക്കെ കുറച്ച് നന്നായിട്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ആയതിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. ഈ പുറത്തിരുന്ന ചെടിയൊക്കെ കുറച്ച് നാശമായതായിരുന്നു. പക്ഷേ മഴയൊന്ന് കൊള്ളിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്നും എടുത്ത് പുറത്ത് വെച്ചപ്പോൾ തന്നെ അടിപൊളിയായി. പിന്നെ ഇവിടെ കണിക്കൊന്ന് പൂത്ത് തുടങ്ങി. ഏകദേശം വിഷുവിൻ്റെ ഈ ഡേയ്സൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറേ ഇതൊക്കെ ഉണ്ട്. പിന്നെ അടിപൊളിയാണ് ഇപ്പോൾ എന്തായാലും. എനിക്കിപ്പം ആക്ച്വലി ഈ മഴയുള്ളപ്പോഴാണ് ഇവിടെ ഭയങ്കര ഇഷ്ടം. പക്ഷെ കുറച്ച് സ്ലിപ്പറിയാണ്, റിസ്ക്കിയാണ്, അതൊക്കെ ഉണ്ട്. എന്നാലും ഓവറോൾ നല്ലതാണ്. ഏകദേശം സമയം 6 മണി ആ സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പം തന്നെ ഇങ്ങനെ സൺസെറ്റൊക്കെ നമുക്ക് മുറ്റത്തിരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു സമയത്തൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കാനായിട്ട് ഭയങ്കര വൈബാണ്. ഞാൻ ഇനി നിങ്ങൾക്ക് അകത്തെ കുറച്ച് ചെടികളൂടെ കാണിച്ചു തരാവേ. നമ്മുടെ വീടിനകത്ത് ലിവിങ് സ്പേസ്, അതായത് ഫാമിലി ലിവിങ്ങും ഫോർമൽ ലിവിങ്ങും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നിടത്ത് ഇതേപോലെ ഒരു പാർട്ടീഷൻ ഉണ്ടായിരുന്നു. ആ പാർട്ടീഷൻ അവിടെ നമ്മൾ പല ടൈപ്പ് പ്ലാന്റ്സ് ആയിരുന്നു. പഴയ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അത് ഫുള്ള് നമ്മൾ CC ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇടയ്ക്കുണ്ടായിരുന്ന സ്പേസിൽ നമ്മൾ CC പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അകത്ത് വളർത്താൻ അടിപൊളിയാണ്. ലോ മെയിൻ്റനൻസ് ആണ്. മാസത്തിൽ ഒരു തവണയൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പം മെയിൻ്റനൻസ് ഒക്കെ പ്രശ്നമുള്ളവർക്ക് ഈ ഒരു പ്ലാന്റ് വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ സ്റ്റെയർ കയറി ചെല്ലുന്നിടത്ത് ലാൻഡിങ്ങിൽ 2 ഫിഗ് ആക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേറെ ചെടിയായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ ഈ ഫിഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഫിഗിൻ്റെ കമ്പ് മുറിച്ച് വെച്ചിട്ട് വേര് പിടിപ്പിച്ചെടുത്താണ്. പിന്നെ ഇവിടെ കയറി ചെല്ലുമ്പം ഇവിടുത്തെ ആ ഒരു ലിവിങ് സ്പേസിൽ നമ്മൾ മോൺസ്റ്റർ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ബുഷിയായിട്ട് വളരാൻ തുടങ്ങി. പിന്നെ ഇതേപോലെ 2 പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇതും താഴത്തിരുന്നായിരുന്നു. അത് നമ്മൾ മേളിലോട്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഏരിയയ്ക്ക് നല്ല രസമാണ് കാണാനായിട്ട്. ഒരു മൊത്തത്തിൽ ഒരു ഗ്രീൻ ടച്ചായി. പിന്നെ ഇത് കണ്ടോ, ഇതും ഇവിടെ വെച്ചിരുന്ന ഒരു ചെറിയ CC ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CC പ്ലാന്റ് അകത്ത് വെക്കാൻ അടിപൊളിയാണ്. നല്ലപോലെ വളരും കേട്ടോ. കാരണം നമുക്ക് അധികം മെയിൻ്റനൻസും വേണ്ട, നല്ലപോലെ ആവുകയും ചെയ്യും. അപ്പം അധികം നോക്കാനൊന്നും സമയമൊന്നും ഇല്ലാത്തവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.